ഇഷ്ടപ്പെട്ടോ മോക്ക്? അയ്യോ, ഇതൊന്നും വേണ്ട മുത്തശ്ശി. എനിക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രം മതി. മോളെ, അങ്ങനെ പറയാൻ പാടില്ല. ഇത് വിവാഹ സമ്മാനമാ, നിരസിക്കാൻ പാടില്ല. അമ്മ പറഞ്ഞത് കേട്ടല്ലോ. മോളിരിക്കെ. അതെ, കാറ്ററിംഗിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എല്ലാം സെറ്റാ മുത്തശ്ശ. ആ, ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. ആരും കുറ്റം പറയാനും ഇടയാകരുത്. അതൊക്കെ ഞാൻ ഏറ്റു മുത്തശ്ശ. മാളവിന്റെ കല്യാണം നമ്മൾ പൊളിക്കും. ആ, അതെനിക്കറിയാം. നമ്പ്യാർ സാറേ, എന്താടോ? മാളുവിനോട് നിങ്ങളൊക്കെ കാണിക്കുന്ന സ്നേഹത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. രവി, മാളു നമ്മുടെ കുട്ടിയല്ലേ? എന്തായാലും മാളുവിന് നല്ലൊരു ചെക്കനെയാ കിട്ടിയത്, അല്ലേ ആദി? ആ പിന്നെ പിന്നെ ഒരു കാര്യം കൂടി. എന്താ സാറേ? കല്യാണം കഴിഞ്ഞാലും ഇവളുടെ പഠിത്തം നിർത്തരുത്. നല്ല ഭാവിയുള്ള കുട്ടിയായി ഇവള്. ഇവളുടെ പേരിൽ നാളെ രവിയും സുധയും ഈ രാമപുരവും അഭിമാനിക്കും. ഈശ്വര, പഠിത്തത്തിന്റെ കാര്യത്തില് പ്രശ്നമൊന്നുമില്ല മുത്തശ്ശ. കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ വിടാന്ന് അവര് പറഞ്ഞിരിക്കുന്നത്. അമ്മയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കൊടുക്കുമോളെ. അച്ഛന്റെ ഈ കരുതല് അമൃതയുടെ കാര്യത്തിലുണ്ടായിരുന്നെങ്കിൽ ആ പാവത്തിനെ ഈ പട്ടിക്കാട്ടിലേക്ക് പറഞ്ഞു വിടില്ലായിരുന്നു. നമ്പ്യാർ സാറേ, എങ്കിൽ പിന്നെ ഞങ്ങളങ്ങോട്ട്. ആയിക്കോട്ടെ. ഓ സാറേ, അടക്കമോളെ. മോളെ, അമ്മ അവിടെ ഓക്കെ അല്ലേ? സുമിത്രന്റെ ഏട്ടത്തിക്ക് അവിടെ ഒരു കുറവുമില്ല. ഏട്ടത്തി നല്ല ഹാപ്പിയാ, നല്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നെ. കേട്ടല്ലോ, സന്തോഷമായല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങനെയാകട്ടെ. എല്ലാവരും ശരി. സൂക്ഷിച്ചു സൂക്ഷിച്ചു. ശരി സാറേ. ശരി 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 മുത്തശ്ശ. ശരി.